ഹായ് ഫ്രണ്ട്സ്, ട്രാവലർ സെർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാലിലെ ഫുഡ് ഹിൽസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ കാണാം കൊടൈക്കനാൽ. ഇവിടുന്ന് നേരെ ഒരു 50 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടൈക്കനാലിലേക്ക് എത്തും. അപ്പം കൊടൈക്കനാലിൽ എത്തുന്നതൊന്നുമല്ല ഇന്നത്തെ വിഷയം. ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിച്ച പുതിയൊരു ഇന്നോവ ക്രിസ്റ്റയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇന്നോവ ക്രിസ്റ്റ ആക്ച്വലി നമ്മൾ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ വെഹിക്കിൾ. അപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പത്തെ കുറച്ച് വ്ളോഗ്സിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഡൽഹി ടു കേരള ഒരു റോഡ് ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ റോഡ് ട്രിപ്പിലെല്ലാം നിങ്ങൾ ഈ ഒരു വാഹനം കണ്ടിട്ടുണ്ടാവും. 2018 മോഡൽ വെഹിക്കിളാണ്. 2018 മോഡൽ വെഹിക്കിൾ മാത്രമല്ല, ഇത് ഫുൾ 100% മിൻ കണ്ടീഷനിലുള്ള വെഹിക്കിളാണ്. കംപ്ലീറ്റ്ലി നോൺ ആക്സിഡൻ്റലാണ്. കംപ്ലീറ്റ് സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ള ജസ്റ്റ് ഒരു 50,000 കിലോമീറ്റേഴ്സ് മാത്രം ഓടിയൊരു വാഹനമാണിത്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തെ പറ്റി വളരെ ഷോർട്ടായിട്ട് എന്നാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഒരു വാഹനത്തിൽ 3200ഓളം കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്തു. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് രാജസ്ഥാൻ വഴി, രാജസ്ഥാൻ മുംബൈ പൂനെ വഴി നമ്മൾ കേരളത്തിലെത്തി. കേരളത്തിൽ നേരെ ബാംഗ്ലൂരേക്ക് വന്നു. ബാംഗ്ലൂർ നേരെ കൊടൈക്കനാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊടൈക്കനാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2018 മോഡൽ ഇന്നോവ ക്രിസ്റ്റ Z വേരിയൻ്റ് ആണ്. Z വേരിയൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പ് എൻഡ് വേർഷനാണ്. ടോപ്പ് എൻഡ് 2018 മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ ഡിഫറൻസ് ഉണ്ട് മറ്റ് ജിയും അല്ലെങ്കിൽ V വേരിയൻ്റ്, അതായത് ഇതിൻ്റെ താഴെ കിടക്കുന്ന G വേരിയൻ്റ് അല്ലെങ്കിൽ V വേരിയൻറ്റുകളുമായിട്ട് വളരെ ചുരുക്കം കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നും കൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി ഇത് 2018 മോഡലാണെന്ന് ആദ്യമേ പറഞ്ഞു. പക്ഷേ 2020 മോഡൽ മുതൽ ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബമ്പറിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് ഫോഗ് ലാമ്പ് വരുന്നതിൻ്റെ ഡിസൈനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇതിൻ്റെ താഴെ വരുന്ന V അല്ലെങ്കിൽ G വേരിയൻറ്റുമായിട്ട് വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അലോയ് വീൽസ് ആണ്. അപ്പോൾ അലോയ് വീൽസിൻ്റെ ഡിസൈൻ കുറച്ച് ഡിഫറൻ്റ് ആണ്. അത് മാത്രമല്ല അലോയ് വീൽസിൻ്റെ സൈസിലും ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു വാഹനത്തിന് അലോയ് വീൽസ് എന്ന് പറയുന്നത് 215/60 R17 ആണ്. അപ്പം ഈ ഒരു അലോയിൻ്റെ ഡിസൈനിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ടയറിൻ്റെ സൈസിലും ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ ORVMs വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ ORVMs എന്ന് പറയുന്നത് ഔട്ട്സൈഡ് റിയർ വ്യൂ മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കീലെസ് എൻട്രി ആണത്. അപ്പോൾ കീലെസ് എൻട്രീൻ്റെ ഒരു ബട്ടണാണ് ഇത്. നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വേറെ കാര്യപ്പെട്ട ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് സൈഡിലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ബാക്ക് സൈഡിൽ നമുക്ക് റിയർ വൈപ്പേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു മഡ് ഗാർഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫിക്സ് ചെയ്തില്ല, ഇതിന് ഫസ്റ്റ് ഓണർ തന്നെ ഫിക്സ് ചെയ്തതാണ്. കാരണം ഡൽഹിയിലൊക്കെ ഇങ്ങനത്തെ വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ബമ്പറിൽ സ്ക്രാച്ചസ് വരാൻ ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് 2.4 Z വേരിയൻ്റ് ആണ്. 2.4 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. പിന്നെ ഈ സൈഡിൽ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിന് ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇൻറ്റീരിയറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കീലെസ് എൻട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ലോക്ക് ചെയ്യാനും അതേപോലെ തന്നെ അൺലോക്ക് ചെയ്യാനും പറ്റും. കീ പോക്കറ്റിൽ വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാനിത് അൺലോക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായ ഇൻറ്റീരിയറാണ്. ഈ ഒരു വാഹനത്തിന് ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ വാഹനത്തിന് പുഷ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണാണ്. അപ്പോൾ അത് ഈ ഒരു സൈഡിൽ തന്നെയുണ്ട്. പിന്നെ നമുക്ക് വളരെ മനോഹരമായൊരു സ്റ്റെയറിംഗ് ആണ്. അപ്പോൾ ഈ സ്റ്റെയറിങ്ങിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോർഷൻ എന്ന് വെച്ചാൽ ഈ ഒരു മെറ്റീരിയലാണ്. കാരണം ഇവിടെ ഭയങ്കര സ്മൂത്താണ്. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പം ഈ ഒരു സൈഡിൽ പിടിക്കാൻ വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഓൾറെഡി 70 മാറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന 70 മാറ്റിൻ്റെ മേലെ ഒട്ടിക്കുന്ന ഒരു മാറ്റ് ഉണ്ട്. ആ മാറ്റ് ഞാൻ എടുത്ത് കളഞ്ഞു. കാരണം നമുക്കത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡിസ്കംഫർട്ട് ഉണ്ടാകും. കാരണം അതിങ്ങനെ സ്കിഡായി പോയിട്ട് നമ്മൾ ബ്രേക്കിങ്ങിൻ്റെ സമയത്തെല്ലാം ഒരുപാട് ശരിക്കും പറഞ്ഞാൽ അത് ഡേഞ്ചറസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ സാധനം മാറ്റി വെച്ചു. പിന്നെ നമുക്ക് ഈ ഒരു സീറ്റ് കവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ലെതർ അപ്പോൾസ്ട്രീസ് ആണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ബ്ലാക്ക് സീറ്റ് കവേഴ്സ് ആണ്. അപ്പോൾ ഞാനിത് ഇങ്ങനത്തെ ഈ വാഹനങ്ങൾ നോക്കുന്ന സമയത്ത് 2 തരം ഇൻറ്റീരിയേഴ്സ് കണ്ടിരുന്നു. ഒന്ന് ബ്രൗൺ കളറിലും അതേപോലെ തന്നെ ബ്ലാക്ക് കളറിലും. അപ്പോൾ ബ്ലാക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു സീറ്റ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇലക്ട്രിക്കലി ഹൈറ്റ് അഡ്ജസ്റ്റബിളും അതേപോലെ തന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ സൈഡ് ഗ്ലാസസ് നമുക്ക് ഡൗൺ ചെയ്യാനും അപ്പ് ചെയ്യാനും അതേപോലെ തന്നെ ലോക്കിംഗ് അൺലോക്കിംഗ് അതേപോലെ തന്നെ സൈഡ് വ്യൂ മിറേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ സൈഡ് വ്യൂ മിറേഴ്സ് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഡോർ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ വളരെ മനോഹരമായൊരു സ്പീക്കർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്പീക്കർ ഡിസൈനെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇന്റീരിയറിൽ കൂടുതലായിട്ട് എന്തൊക്കെയാണെന്ന് അറിയാം. ഇതാണ് നമ്മുടെ വാഹനത്തിലെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. ഇത് ആക്ച്വലി ഓക്സ് കേബിൾ അതേപോലെ CD ഡ്രൈവ് ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ബ്ലൂടൂത്ത് ഓപ്ഷൻ ഉണ്ട്. അതെല്ലാം ഉണ്ട്. പക്ഷേ ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ ഓപ്ഷൻ ഇതിനകത്തില്ല. പിന്നെ നമുക്കിത് ഇപ്പം സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റിയറിംഗിൽ ഓഡിയോ കൺട്രോൾസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേ ആണ്. ഡിജിറ്റൽ ഡിസ്പ്ലേൻ്റെ കൺട്രോൾസ് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ക്രൂസ് കൺട്രോൾ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സ്റ്റിയറിംഗിൻ്റെ മേലെ വരുന്നത് പോലെ തന്നെ അതേപോലെ ഒരു പാനൽ നമുക്ക് ഈ ഒരു സൈഡിലും അതേപോലെ ആ എൻഡ് വരെ വരുന്നുണ്ട്. അപ്പോൾ AC വെൻസ് എല്ലാം വളരെ മനോഹരമാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ലൈനിങ്ങും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് ഈ വാഹനത്തിൽ. പിന്നെ നമുക്ക് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ റിയർ AC നമുക്ക് ഇവിടെ ഓപ്പൺ ആക്കാവുന്നതാണ്. പിന്നെ നമുക്കിവിടെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പം ഇതിൻ്റെ ഫാസ്ടാഗും അതേപോലെ തന്നെ എൻ്റെ വാച്ചിൻ്റെ ചാർജറുമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ അതിനെ കൂടെ പറയാൻ പറഞ്ഞു, നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വാച്ചോ അല്ലെങ്കിൽ
ഫോണോ മൊബൈലോ ചാർജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് പോട്രോണിക്സിൻ്റെ ഈ ഒരു ഡിവൈസ്. ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ വാങ്ങാം. ഇപ്പം ആമസോണിൽ നിങ്ങൾക്ക് പോട്രോണിക്സിൻ്റെ ആണ് നല്ലൊരു ബ്രാൻഡ്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 7 months ആയിട്ട് യൂസ് ചെയ്യുന്നു. എനിക്ക് യാതൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കിത് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. നല്ല അത്യാവശ്യം സാധനങ്ങളെല്ലാം വെക്കാൻ നല്ലൊരു സ്പേസ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു സ്പേസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇവിടെയും അവൈലബിൾ ആണ്. അത് മാത്രമല്ല നമുക്ക് ഇവിടെ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലോക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ സീറ്റ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ ആക്ച്വലി ഒരു ആംബിയൻ ലൈറ്റ് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ സ്വിച്ചസ് അവൈലബിൾ ആണ്, ലൈറ്റ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും എല്ലാം. അപ്പം അത്രയാണ് ഫ്രണ്ടിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ ഈ ഒരു വാഹനത്തിൽ മറ്റൊരു കാര്യം കൂടെ എടുത്ത് പറയേണ്ടതുണ്ട്. ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഫ്രണ്ട് ആൻഡ് റിയർ വൈപ്പേഴ്സും അതേപോലെ തന്നെ അതിൻ്റെ മറ്റു വാഹനങ്ങളിൽ ഉള്ളതുപോലെ തന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇന്നോവ ക്രിസ്റ്റയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കംഫർട്ട് ഒളിച്ചിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡിൽ റോ സീറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ആ മിഡിൽ റോ സീറ്റ്സിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. അപ്പം എന്താ മിഡിൽ റോ സീറ്റ്സിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് നല്ല ആംറെസ്റ്റും കാര്യങ്ങളെല്ലാം ഉള്ള വളരെ മനോഹരമായ സീറ്റ്. അപ്പോൾ ഇതെന്തായാലും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും കാര്യങ്ങളൊന്നും അല്ല. AC വെൻ്റ് ഉണ്ട്. അതേപോലെ AC ഫാനിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ട്രേ ആണ്. ഇത് ആക്ച്വലി നമുക്ക് അവിടെ കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. ഇവിടെ നിങ്ങൾ തൂക്കി വെക്കണമെങ്കിൽ അത് തൂക്കിയിടാം. അതേപോലെ ഇത് ക്ലോസ് ചെയ്യാം. നമുക്കിത് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഒരു ചാർജർ കണക്ട് ചെയ്തിരിക്കുന്ന ഇവിടേക്കാണ്. അപ്പോൾ നമുക്കിവിടെ 12 വോൾട്ടിൻ്റെ പവർ കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യാനെല്ലാം യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ ആംറെസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. റിയലിൽ ഇപ്പം ഞാൻ എൻ്റെ ബാഗും കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുകയാണ്. അപ്പം ഇവിടെ ബാക്കിലും നല്ല സ്പേഷ്യസ് ആയിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഞാൻ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളൊരു സ്പേസും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഓക്സ് കേബിളെല്ലാം കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. USB കണക്ട് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ജസ്റ്റ് ഫോൺ വെക്കാനുള്ള ചെറിയൊരു ട്രേ, പക്ഷേ അവിടെ ഫോൺ കറക്റ്റായിട്ട് കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഡിക്കി സ്പേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു 7 സീറ്റർ ആയിട്ട് പോലും ഇതിൻ്റെ ബാക്കിൽ വരുന്ന ഇത്രയും വലിയ സ്പേസ് ആണ്. ആക്ച്വലി ഇതാണ് നമ്മുടെ ഡ്രൈവർ സൈഡിലുള്ള മാറ്റ്. ആക്ച്വലി അത് ഞാൻ റിമൂവ് ചെയ്ത് ബാക്കിലേക്ക് വെച്ചിരിക്കുകയാണ്. ലഗേജ് വയ്ക്കാൻ ആവശ്യത്തിലേറെ സ്പേസ് ഉണ്ട് ഈ ഒരു വാഹനത്തിൽ. അതായത് 3 റോയിൽ നമ്മൾ ഇരുന്നാൽ പോലും ഇപ്പോൾ നമ്മുടെ കയ്യിൽ XUV-ലാണെങ്കിൽ ശരിക്കും അത് വളരെ ഇതിനൊരു ഹാഫ് തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ അത്ര സ്പേസേ ഉള്ളൂ. പക്ഷേ ഇത് ഈ ഒരു ഇന്നോവ ക്രിസ്റ്റയിൽ അങ്ങനെയല്ല. വളരെ കംഫർട്ടബിളായിട്ട് 3 റോയിൽ ഇരിക്കാനും അതേപോലെ തന്നെ ബാഗ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. സ്റ്റെപ്നി ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്നി ടയറിന് സ്റ്റിക്കർ പോലും പറിച്ചിട്ടില്ല. അപ്പം ഫ്രഷ് ടയറാണ് സ്റ്റെപ്നി ആയിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ടയർ കണ്ടീഷൻ കൂടെ ഞാൻ പറയാൻ മറന്നു. എല്ലാ ടയേഴ്സും ലൈക്ക് ഓൾമോസ്റ്റ് 80 to 90% ബാക്കിയുള്ള ടയേഴ്സാണ്. അപ്പോൾ നല്ല ടയേഴ്സാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലുള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കൊണ്ടുപോകുന്ന ഈ ഇന്നോവ ക്രിസ്റ്റ 2.4Z വിശേഷങ്ങൾ. ഇതേപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.